അല്ല ഈ ക്യാമ്പ് എന്താ സംഭവം എന്താ ഉദ്ദേശിക്കുന്നത്? ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യുവജനങ്ങളല്ലേ വരണത്. അപ്പോൾ അവന്മാർക്ക് രാഷ്ട്രീയം എന്താണെന്നും പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഉള്ള ഒരു അറിവ് കൊടുക്കുന്ന ഒരു സംഭവം. ആരും ക്ലാസ് എടുക്കുന്നത്? ആരെടുക്കണം? അല്ല ക്യാമ്പ് പഠന ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ വരുമല്ലോ. ഇത്രയും അനുഭവ സമ്പത്തും ഇത്രയും എക്സ്പീരിയൻസും ഉള്ള വേറെ ആരുണ്ട് DDT പാർട്ടിയിൽ ഞാനല്ലാതെ? അച്ചമ്പിയെ ക്യാമ്പ് എടുക്കുന്നത് അത് നേതൃത്വ പഠന ക്യാമ്പല്ല, രാഷ്ട്രീയ ഉടായിപ്പിക്കാമായിരിക്കും. വലിയ വർത്താനം പറയല്ലേ. കടകടയിൽ കടമായിട്ട് ചോദിക്കുമല്ലോ എവിടെ നിന്ന് ഉടായിപ്പാണെങ്കിലും. നീ ഇപ്പോൾ ഇതൊന്ന് വൃത്തിയാക്ക്. ഞാൻ ഒരു 100-150 രൂപ തരാം. 150 രൂപ? അത് കൂടി പോയല്ലോ. 75 രൂപ ബാക്കി കൊണ്ട് ബാങ്കിലിടെ. 500 രൂപ ഒരു തച്ച്. ഇതിനകത്ത് പാമ്പും പഴുതാരുണ്ട്. ഈ പുല്ലങ്കണം കടിച്ചു കഴിഞ്ഞാലേ എന്റെ കാറ്റാ പോകുന്നത്. ഓ പിന്നെ ഇതിനകത്ത് നീ പാമ്പ് കയറാം. ഇതിനകത്ത് മറ്റേ മുതലുണ്ടാ മുതല. നീ ഒന്ന് വൃത്തിയാക്ക. ഞാനൊരു 200 രൂപ തരും കേട്ടോ. എല്ലാം അടിപൊളിയാക്കി ഇട്. മൈക്ക് സെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പറ്റുമോ? ചെയ്യാം. പക്ഷേ പിന്നെന്താ? പക്ഷേ തുക കുറച്ചുകൂടെ വലുതാക്കിയാൽ കൊള്ളായിരുന്നു. ഒരു ദിവസം തച്ചുകൂലിയല്ലേ ചോദിച്ചു. അത് തന്നുകൂടെ? എന്നാലും പാർട്ടിയിൽ നിന്ന് രസീത് എഴുതി മേടിക്കുന്നത് 200 രൂപ എന്ന് പറയുന്നത് ചെറിയൊരു തുക അല്ല. അത് നീ മനസ്സിലാക്കണം. ഒരു 200 രൂപ കൊണ്ട് ഇവിടെ ഒരാഴ്ച കഴിയുന്ന കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്ക് അത് അറിയാത്തോണ്ടാണ്. കഷ്ടതയും ബുദ്ധിമുട്ടും അറിയാത്തോണ്ടാണ്. അറിയണമെങ്കിൽ നീ തങ്കത്തിനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു 200 രൂപ ഇയർഫോൺ ഇരുന്നത് പൊട്ടിപ്പോയി. മേടിക്കാം. കുറച്ച് കഷ്ടമാണ് നിന്റെ കാര്യം കേട്ടോ. എനിക്കൊരു ആവശ്യം വന്നാൽ നിങ്ങളോടല്ലാത്ത വേറെ ആരോടാ ചോദിക്കുന്നത്? നീ മറ്റേ ഇയർഫോൺ വെച്ച് വണ്ടി പണിഞ്ഞതിന്റെ ഒക്കെ ഗമ ഞാൻ അറിഞ്ഞു. വണ്ടിക്ക് എന്താ പറ്റി? ഓണം പണിയാൻ കൊണ്ടുവന്ന വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈന്റ് ആക്കി. അത് എന്റെ കുഴപ്പമില്ല. അതിനകത്ത് ഓയിലില്ലാതെ കംപ്ലൈന്റ് ആയതാ. ആ വണ്ടി നീയാണ് പണിഞ്ഞോണ്ടിരിക്കണത്. നിന്റെ കൈ കൊണ്ടുവന്ന പോലെ ആ വണ്ടി പണിയാന്നാണ് പറയണത്. ഇവിടെ 200 100 ഉള്ളൂ. 100 രൂപയ്ക്ക് ഇയർഫോണോ? 100 രൂപയ്ക്ക് ഇയർഫോൺ കിട്ടും. അയ്യേ, ചൈനയുടെ സാധനം ചൈനക്കാർ പോലും മേടിക്കുന്നത്. ചൈനയുടെ കിട്ടുന്നത് ജപ്പാന്റെ വാങ്ങിച്ചു. അല്ല നേരം വിളക്കും വേറെ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ നീ എന്തെങ്കിലും പോക്കറിയല്ല കാണിച്ചാടെ? എന്റെ ഉള്ളിൽ എന്തെങ്കിലും തിളയ്ക്കണ പോലെ എനിക്ക് തോന്നുന്നു. തങ്ക ഞാൻ ഇറങ്ങി. നേരത്തെ വരണേ. എന്നാ ഉച്ച കഴിഞ്ഞിട്ട് ലില്ലിയുടെ കൂടെ പോണം. നോക്കാം. പോയാ? പിന്നെ ക്ലീറ്റോ നിന്നോട് ചോദിച്ചില്ലേ ഇപ്പൊ മുഖം കൊണ്ട് എന്തോ പോക്കിരി കാണിച്ചോന്ന്? ഞാൻ തന്നെ പറഞ്ഞല്ലോ കാണിച്ചില്ലെന്ന്. പക്ഷെ കാണിച്ചത് ഞാൻ കണ്ടു. ഓ പിന്നെ ഞാനൊന്നും പറയാതിരുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ അപ്പുറം എനിക്ക് ആ മുഖത്ത് നോക്കി കാണിക്കാൻ തോന്നാറുണ്ട്. സെറ്റ്. ഇനി എങ്ങാനും കാണിച്ച la 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 la